ഇവിടെ പ്രേക്ഷകരെ അന്തർദേശീയ തലത്തിൽ തന്നെ ഈ നിരപരാധികളായ മനുഷ്യരെ തീവ്രവാദികൾ പാകിസ്ഥാന്റെ മെൽമനത്തോടെ കൊലപ്പെടുത്തിയത് ചർച്ചയായി കഴിഞ്ഞു. മാത്രമല്ല ഇന്ത്യയുടെ നീക്കങ്ങൾക്കൊക്കെ തന്നെ പല രാജ്യങ്ങളും ധാർമ്മികമായ പിന്തുണ നൽകി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ദിലീപ് കുമാർ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. ഒരുപക്ഷെ ഇന്ത്യയെ അടുത്ത കാലത്ത് നേരിട്ട ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണം തന്നെയാണ് ഈ പഹൽഗാമിൽ നടന്നത്. ഒരുപക്ഷെ പുൽവാമ കണ്ടതിന് ശേഷം നമ്മളെ നടുക്കിയ തീവ്രവാദ ആക്രമണമാണ്. അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി, അതായത് രക്തരഹിത തിരിച്ചടി. പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും വലിയ ആഘാതമാണ് ഇന്നലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങളിലൂടെ വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനമാണ്. ദശാബ്ദങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന തർക്കം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നേരത്തെ ഇരു രാജ്യങ്ങളിലൂടെയും, അന്ന് രണ്ടു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നില്ല, വിഭജനത്തിന് മുമ്പ് രണ്ടു രാജ്യങ്ങളിൽ കൂടി ഒഴുകിയിരുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും അത് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു തർക്കമായി മാറുന്നു. പിന്നീട് ആ ദശാബ്ദങ്ങൾക്കു ശേഷമാണ് 1960 ഇത് സംബന്ധിച്ച ഒരു ധാരണയിലേക്ക് രണ്ട് രാജ്യങ്ങളും എത്തുന്നത്. അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത് തന്നെ ലോകബാങ്കാണ്. കാരണം ഈ സിന്ധു നദിയിലെയും പോഷക നദികളിലെയും ജലം ഉപയോഗിച്ചുകൊണ്ട് അണക്കെട്ട് നിർമ്മിക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കുമൊക്കെയായി ഡാം നിർമ്മിക്കാൻ ലോകബാങ്കിൻ്റെ സഹായം രണ്ടു രാജ്യങ്ങളും തേടിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നമുള്ളപ്പോൾ അതൊരു പരിഹാരത്തിലൂടെ, സമവായത്തിലൂടെ വരട്ടെ എന്ന നിർദ്ദേശം ലോകബാങ്ക് അന്ന് മുന്നോട്ട് വയ്ക്കുകയും അങ്ങനെ 1960 കറാച്ചിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന നദികളാണിവയെല്ലാം. അതിൻ്റെ ആ നദികളിലെ 80% ജലം പാകിസ്ഥാനാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. പിന്നീട് പലതവണ യുദ്ധങ്ങളുണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായ യുദ്ധമുണ്ടായി, കാർഗിൽ യുദ്ധമുണ്ടായി. അങ്ങനെ പലതവണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോഴെല്ലാം ഈ നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്ന ആവശ്യം ശക്തമായിരുന്നു. പക്ഷേ ഇന്ത്യ ആകട്ടെ അത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല, അവരുടെ വെള്ളം കൂടി മുട്ടിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടെടുക്കുകയും അങ്ങനെ ഈ നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറാതിരിക്കുകയുമായിരുന്നു. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ധാരണപ്രകാരം അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരമുള്ള വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് പിന്നീട് പാകിസ്ഥാൻ അടുത്ത കാലത്ത് ആർബിട്രേഷൻ നടപടികൾക്കായി ലോക കോടതിയെ സമീപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് ഇന്ത്യ ഈ നദീജല കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നു, ഇന്ത്യ ഡാമുകൾ നദികൾ കെട്ടുന്നു എന്നൊക്കെയായിരുന്നു. ഇതനുസരിച്ച് സിന്ധു നദിയുടെ കിഴക്കുഭാഗത്തുള്ള 3 നദികൾ, അവയുടെ നിയന്ത്രണ അവകാശം ഇന്ത്യക്കാണ്. രവി, സത്ലജ്, ബിയാസ് നദികൾ, ആ നദികൾ എന്ത് ചെയ്യണമെങ്കിലും അത് ഇന്ത്യക്കുള്ള അവകാശമാണ്. പക്ഷേ പടിഞ്ഞാറ് ഭാഗത്തുള്ള 3 നദികൾ, സിന്ധു, ഝലം, ചെനാബ് നദികൾ, ആ നദികളിലെ ജലത്തിൻ്റെ ഉപയോഗം സംബന്ധിച്ചാണ് ആ നദികളുടെ ജലത്തിൻ്റെ ഉപയോഗം സംബന്ധിച്ച തീരുമാനമെടുക്കാൻ പാകിസ്ഥാനാണ് അധികാരം. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. അത് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലെന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയെ ജലസമൃദ്ധമാക്കിക്കൊണ്ടിരുന്നത് ഈ നദികളിലെ, സിന്ധു നദിയിലെയും അതിൻ്റെ പോഷക നദികളിലെയും ഒക്കെ ജലമാണ്. അതിനാണ് ഇപ്പോൾ ഇന്ത്യ തടയിട്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുന്ന തീരുമാനമാണ്. കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല വൈദ്യുതി ഉൾപ്പെടെയുള്ള രംഗങ്ങളെയും ബാധിക്കാൻ ഇത് കാരണമാകും എന്നതിൽ സംശയമില്ല. അങ്ങനെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്നലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റു നടപടികളിൽ ചിലത് ഇതിനകം തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ തീരുമാനത്തിന് പിന്നാലെ വാഗ അട്ടാരി ബോർഡർ അടച്ചു. വാഗ അതിർത്തി അടച്ചതോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാണിജ്യ ഇടനാഴി എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഇരു രാജ്യങ്ങളിലെയും ചരക്കുകൾ പ്രധാനമായും പോയിരുന്നത് ഈ വാഗ അതിർത്തി വഴിയാണ്. അതുമാത്രമല്ല ജനങ്ങൾ തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ഒരു പാലം കൂടിയായിരുന്നു ഈ വാഗ അതിർത്തി. രണ്ടു രാജ്യങ്ങളിലുമുള്ള ബന്ധുക്കളെ കാണുന്നതിനുമൊക്കെ
പോകുന്ന അത്തരം ആളുകൾ പോകുന്ന സ്ഥലം കൂടിയായിരുന്നു. ഈ വാഗ അതിർത്തി വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ വാഗ അതിർത്തിയാണ് അടച്ചിടുന്നതിന് തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. തൊട്ടു പിന്നാലെ തന്നെ വാഗ അതിർത്തി അടയ്ക്കുകയും ചെയ്തു. നയതന്ത്ര തലത്തിലുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ ഇന്നലെ കൈക്കൊണ്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ, അതായത് ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലെ പ്രതിരോധ വിഭാഗവുമായി ബന്ധപ്പെട്ട അറ്റാഷേമാരോട് ഈ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ തീരുമാനങ്ങൾ ഇന്നലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുള്ള നയതന്ത്ര തലത്തിലുള്ള തീരുമാനങ്ങൾ അത് പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിക്കുന്നതിനായി ഇന്ത്യയിലെ പാകിസ്ഥാൻ സ്ഥാനപതിയെ ഇന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിളിപ്പിച്ചിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ ഔദ്യോഗികമായി പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്യും. SKN ദിലീപ് കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് ഇപ്പോൾ